ഇന്ത്യയുടെ ഭരണത്തലവനായി രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് എന്ന പദവി നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 26-ന്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന റിപ്പബ്ലിക് ദിന ക്വിസ്. ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. ഉണ്ണീസ് വിജയപാത നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ രാജ്യത്തിൻ്റെ ഭരണത്തലവൻ്റെ സ്ഥാനപ്പേര് എന്താണ്? ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറലിൻ്റെ പേര്? മൗണ്ട് ബാറ്റൺ പ്രഭു. ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ. ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? സി രാജഗോപാലാചാരി. മൗണ്ട് ബാറ്റൺ പ്രഭുവിനു ശേഷം ഏതു വർഷമാണ് സി രാജഗോപാലാചാരി ഇന്ത്യയുടെ ഗവർണർ ജനറലായത്? 1948. ഇന്ത്യയുടെ ഭരണഘടന രൂപീകരണ സമിതി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ എന്നീ 3 പേർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ഏക ദളിത് വനിത ദാക്ഷായണി വേലായുധൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ഭരണഘടന പ്രകാരം ആർക്കാണ് പരമാധികാരം നൽകിയിട്ടുള്ളത്? ജനങ്ങൾക്ക്. ജനങ്ങൾക്കാണ് പരമാധികാരം. ഇന്ത്യയുടെ ഭരണഘടന അന്തിമമായി തയ്യാറാക്കി അംഗീകരിച്ച് അംഗങ്ങൾ ഒപ്പുവെച്ചത് എന്നാണ്? 1949 നവംബർ 26-ന്. ഏതു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത് എന്നറിയാമോ? 1930 ജനുവരി 26-ൻ്റെ ഓർമ്മയ്ക്ക്. 1930 ജനുവരി 26-ൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറയൂ. പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി രാജ്യം മുഴുവൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ച ദിവസമാണ്. നവംബർ 26 രാജ്യം എന്തായിട്ടാണ് ആചരിക്കുന്നത്? ഭരണഘടനാ ദിനം. നവംബർ 26 ഭരണഘടനാ ദിനം. ഇന്ത്യ സ്വതന്ത്ര പരമാധികാര രാജ്യം അഥവാ റിപ്പബ്ലിക് ആയിത്തീർന്നത് എന്നാണ്? 1950 ജനുവരി 26. ഇന്ത്യയുടെ പരമോന്നത ഭരണാധികാര പദവിയായി രാഷ്ട്രപതി സ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-ന്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതു മുതൽ റിപ്പബ്ലിക്കായ 1950 ജനുവരി 26 വരെയും ഇന്ത്യ രാജ്യത്തിൻ്റെ പരമാധികാരിയായ ഭരണത്തലവൻ ആരായിരുന്നു? ബ്രിട്ടനിലെ ജോർജ് 4-മൻ രാജാവ്. ഭരണഘടന നിലവിൽ വന്ന 1950 ജനുവരി 26-ന് മുമ്പ് ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിച്ച നിയമങ്ങൾ ഏതാണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1935-ലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി സത്യപ്രതിജ്ഞ ചെയ്തതാര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റിപ്പബ്ലിക് ദിനത്തിലെ ഏറ്റവും വലിയ ആകർഷണം എന്താണ്? ന്യൂഡൽഹിയിലെ പരേഡ്. ന്യൂഡൽഹിയിൽ
റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് എവിടെയാണ്? ഉത്തരം കർത്തവ്യ പഥ്. കർത്തവ്യ പഥ്. ആരാണ് ന്യൂഡൽഹിയിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് സല്യൂട്ട് സ്വീകരിക്കുക. റിപ്പബ്ലിക് ദിന ക്വിസ് വീഡിയോകൾക്ക് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. സംസ്ഥാന തലസ്ഥാനങ്ങളിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? ഗവർണർ. അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർ. 1950 ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ആരായിരുന്നു വിശിഷ്ടാതിഥിയായി പങ്കെടുത്തത്? സുകർണോ. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുകർണോ. 2025 റിപ്പബ്ലിക് ദിനത്തിൽ വിശിഷ്ടാതിഥി ആരായിരുന്നു? പ്രബോവോ സുബിയാന്തോ. ഇന്തോനേഷ്യൻ പ്രസിഡന്റായ പ്രബോവോ സുബിയാന്തോ. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2026 ജനുവരി 26? 77ാമത്തെ റിപ്പബ്ലിക് ദിനം. 2026 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ വിശിഷ്ടാതിഥികൾ ആരാണ്? യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായ ഉർസുല വോൺ ഡെർ ലെയൻ. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റായ അന്റോണിയോ കോസ്റ്റ. ഈ രണ്ടുപേരാണ് വിശിഷ്ടാതിഥികളായി പങ്കെടുക്കുക. യുവർ കമന്റ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന കർത്തവ്യ പഥിന്റെ പഴയ പേരെന്ത്? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഇപ്പോൾ തന്നെ ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.